ഇനി 4 മാർക്ക് സെറ്റാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനകത്തുനിന്ന് ചോദിക്കുന്ന 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്കിന്ന് സെറ്റ് ആക്കിയാലോ? നോക്കിക്കേ, നമ്മുടെ സെപ്റ്റംബർ 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ രണ്ട് പാർട്ടായിട്ടാണ്. ആദ്യത്തെ പാർട്ട് എന്താ ചോദിച്ചേക്കുന്നത്? നമ്മളോട് ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ടാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ഏതാ 1 2 3. ബി എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട് 3 4. നമ്മളോട് കണ്ടുപിടിക്കേണ്ട എന്താണ്? യെസ്, എ ക്രോസ് ബി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എത്ര മാർക്കിനാ? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കിയാലോ? എടാ, എ ക്രോസ് ബി എന്നുള്ളതിനെ കണ്ടുപിടിക്കുന്നതിന് പിന്നെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെറ്റുകൾ രണ്ടും എടുത്ത് എഴുതണം. എയും എടുത്ത് എഴുതണം, ബിയും എടുത്ത് എഴുതണം. എന്നിട്ട് എ ക്രോസ് ബി എഴുതുമ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിനകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് ഓർഡേർഡ് പെയർസ് ആണ് അല്ലെ. ഓർഡേർഡ് പെയർസ് നമ്മൾ എടുക്കുകയാണ്. എ അല്ലേ ആദ്യം വന്നേക്കുന്നത്. അപ്പം മിസ് ഒരു എളുപ്പത്തിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ എയിലെ എലിമെന്റ്സ് ആയിരിക്കും നമ്മുടെ ഓർഡർ പെയറിലെ ഫസ്റ്റ് എലിമെന്റ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പൊ നോക്കിക്കേ, എത്ര എണ്ണം വരും? എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ദാണ്ടെ 1 വെച്ച് ഏതൊക്കെയാടാ? 1 വെച്ച് ദാണ്ടെ 1 3 1 4. ഇനി ഇതാണ്ട് 2 വെച്ച്, എയിലെ 2 വെച്ചോ 2 3 2 4. ഇനി 3 വെച്ചാണെങ്കിലോ 3 3 3 4. സെറ്റ് അല്ലേടാ? എളുപ്പമല്ലേ? അപ്പൊ ഈ 2 മാർക്ക് നമുക്ക് സെറ്റ് ആയേ. ഇനി നമുക്കുണ്ടല്ലോ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തരും, ഇഫ് ഓർഡർ പെയർ x+1 y-2 എന്ന് പറയുന്നത് 3 1 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം x+1 y-2 ഈക്വൽ ടു 3 1 എന്നാണെങ്കിൽ എന്താണ്? x+1 എന്ന് പറയുന്നത് 3യോട് ഈക്വൽ ആയിരിക്കും. y-2 എന്ന് പറയുന്നത് 1നോടും ഈക്വൽ ആയിരിക്കും. ഇതാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം? x+1 എന്ന് പറയുന്നത് 3 ആണെങ്കിൽ, x+1 എന്ന് പറയുന്നത് ഈക്വൽ ടു 3 ആണെങ്കിൽ x എന്ന് പറയുന്നത് എന്താവും? ഈ 3 1 അപ്പുറത്ത് പോകുമ്പം എന്താവും? 3 - 1 എന്നാവും. ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് 2 അല്ലേ. എക്സ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത നോക്കിക്കേ, y-2 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ y ഈക്വൽ ടു ഈ -2 അപ്പുറത്ത് പോകുമ്പോൾ എന്തായിരിക്കും മക്കളെ? യെസ്, 1 + 2 ആവും. ഈക്വൽ ടു y എന്ന് പറയുന്നത് നമുക്ക് 3 എന്നും കിട്ടും. അപ്പൊ നമുക്ക് എക്സിന്റെ വൈയുടെയും വാല്യൂ കിട്ടി. എന്താണ്? എക്സ് എന്ന് പറയുന്നത് 2ഉം y എന്ന് പറയുന്നത് നമുക്ക് 3 എന്നും വാല്യൂ കിട്ടി. സെറ്റ് അല്ലേടാ?